അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നെ ജീവിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോഴും പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ലോകത്തെല്ലാ മനുഷ്യരും പൊതുവെ സമ്പന്നതയെ ഇഷ്ടപ്പെടുന്നവരാണ്. ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ അവന്റെ പ്രകൃതി തന്നെ സമ്പത്തിനോട് അതിയായ സ്നേഹമുണ്ടാകുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ അവൻ സമ്പന്നനാണ് എന്ന് എന്ത് മാനദണ്ഡത്തിലാണ് തീരുമാനിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്? ഒരു മനുഷ്യന് അവൻ സമ്പന്നനാണ്, അത് അവന്റെ താമസിക്കുന്ന വീടിനെ പരിഗണിച്ചാണോ? അവൻ ചെയ്യുന്ന കച്ചവടത്തെ പരിഗണിച്ചാണോ? അല്ലെങ്കിൽ അവൻ സഞ്ചരിക്കുന്ന വാഹനത്തെ പരിഗണിച്ചാണോ? അല്ലെങ്കിൽ മറ്റേത് വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാൾ സമ്പന്നനാണ് എന്ന് തീരുമാനിക്കുന്നത്? ഇന്നത്തെ ദുനിയാവിന്റെ ഈ ലോകത്ത് മനുഷ്യർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് സമ്പന്നത അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഒരാൾക്ക് നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യമുണ്ട്, ധാരാളം വരുമാന മാർഗങ്ങളുണ്ട്. ഇങ്ങനെ ബാഹ്യമായ കുറെ വസ്തുക്കൾ ഒരാളുടെ കയ്യിൽ കണ്ടാൽ അവരെ സംബന്ധിച്ച് പൊതുവെ അവൻ സമ്പന്നനാണ്, അവനെ പോലെ ആകാൻ മനുഷ്യൻ ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ നുബുവത്തിന്റെ നാവുകൊണ്ട് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാത്ത നാവുകൊണ്ട് തങ്ങൾ പരിചയപ്പെടുത്തുന്നു ആരാണ് സമ്പന്നൻ, ആരെ സംബന്ധിച്ച് സമ്പന്നൻ എന്ന് പറയാൻ സാധിക്കും. തങ്ങൾ ചോദിച്ചു, അബൂദർ എന്താ നിന്റെ അഭിപ്രായം? സമ്പത്ത് എന്ന് പറഞ്ഞാൽ, സമ്പന്നത എന്ന് പറഞ്ഞാൽ അത് അധികരിച്ച ദുനിയാവിന്റെ വസ്തുക്കളാണ്. സമ്പത്ത്, സൗകര്യങ്ങൾ, പൈസ ഒരാളുടെ കയ്യിൽ കൂടുതലുണ്ടാകൽ, അതാണ് സമ്പന്നത. തങ്ങൾ പറഞ്ഞു, എന്നാൽ അബൂദറേ, സത്യം ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്. സമ്പന്നത എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ സമാധാനമാണ്, മനസ്സിന്റെ സമ്പന്നതയാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അബൂദറേ, ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ്. ഒരാൾക്ക് വീടില്ലാതിരിക്കുന്നതോ സൗകര്യങ്ങളില്ലാതിരിക്കുന്നതോ ബാഹ്യമായ വസ്തുക്കൾ കയ്യിൽ ഇല്ലാതിരിക്കുന്നതോ അല്ല ദാരിദ്ര്യം. ദാരിദ്ര്യമെന്ന്, സത്യത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സമാധാനമില്ലാതിരിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അബൂദറേ, ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല സമാധാനവും സമ്പത്തും സമ്പന്നതയും നൽകിയാൽ പിന്നെ അയാൾക്ക് ദുനിയാവിന്റെ ഒന്നും ഇല്ലായ്മ, ഒരിക്കലും ഒരു നഷ്ടവും ഒരു ഉപദ്രവം ഉണ്ടാക്കി. എന്നാൽ അബൂദറേ, ഒരാളുടെ ഹൃദയത്തിന് ദാരിദ്ര്യമാണെങ്കിൽ, സമാധാനമില്ലായെങ്കിൽ അയാളുടെ കയ്യിലുള്ള സമ്പത്തിന്റെ വർധനവ് അയാൾക്ക് ഒരു ഉപകാരം ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ നാവ് കൊണ്ട് തങ്ങൾ പരിചയപ്പെടുന്നു, ലൈസൽ ഗിന അൻ കസറത്തിൽ അറബ് വലകിന്നൽ ഗിന ഗിനൻ നഫ്സ്. സമ്പന്നത എന്ന് പറഞ്ഞാൽ, ഒരാൾ സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ കുറെ ചരക്കുകൾ, കുറെ വസ്തുക്കൾ അയാളുടെ കയ്യിൽ ഉണ്ടാകില്ല. ഒരാളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ സമ്പന്നതയാണ്, മനസ്സിന്റെ സമാധാനമാണ്. ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനം ലഭിക്കും. ആർക്ക് സമാധാനം ലഭിച്ചു അവനാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. അല്ലാഹു ഒരു അടിമക്ക് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് അവന്റെ മനസ്സിൽ അല്ലാഹു സമാധാനം നൽകി. അത് ലഭിച്ചവർ ഈ ലോകത്ത് വിജയിച്ചവരാണ്.
അത് ലഭിക്കാത്തവർ എന്തെല്ലാം കൈകളിലുണ്ടെങ്കിലും ഈ ലോകത്ത് പരാജയപ്പെട്ടവർ. ഇതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തുൽ കിറാമിന് നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ എന്റെ സഹാബാക്കൾക്ക് ഞാൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലാഹു പരിചയപ്പെടുത്തും. ഹുവല്ലദീ അൻസല السكينة في قلوب المؤمنين. ബഹുമാനരായ സഹാബാക്കൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിൽ വലിയൊരു നിഅമത്ത് അല്ലാഹു പരിചയപ്പെടുത്തും. അവർക്ക് ഞാൻ സക്കീനത്തിനെ, സമാധാനത്തെ അവർക്ക് നൽകി. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ സമാധാനം അല്ലാഹു അവർക്ക് നൽകിയ വലിയ നിഅമത്ത്. സഹാബാക്കൾക്ക് എത്ര വലിയ സമാധാനമാണ് അല്ലാഹു നൽകിയത്. മരണപ്പെടുന്ന സമയത്ത് മനുഷ്യൻ വെപ്രാളപ്പെടുന്ന സമയമാണ്, അവൻ റൂഹ് പിരിയുന്ന സമയം. ഒരു ശത്രു പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി ശരീരത്തിൽ രക്തം പുറത്തേക്ക് തെറിക്കുമ്പോൾ സഹാബി പറയുന്ന വാക്ക് ഇതാണ്, അല്ലാഹു അക്ബർ ഫുസ്തു വറബ്ബിൽ കഅബ. കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, ഞാൻ വിജയിച്ചു. ശത്രുവിന്റെ കുന്തത്തിന്റെ കുത്തേറ്റ് മരണത്തിന്റെ വെപ്രാളത്തിന്റെ അവസ്ഥയിലും രക്തം പുറത്തേക്ക് തെറിക്കുമ്പോഴും സഹാബത്തിന്റെ നാവിൽ വരുന്ന വാക്ക് ഞാൻ വിജയിച്ചു എന്നാണ്. ഫുസ്തു വറബ്ബിൽ കഅബ. കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, ഞാൻ വിജയിച്ചു. ഇതെങ്ങനെ ഈ സഹാബത്തിന്റെ നാവിൽ ഈ മരണത്തിന്റെ സമയത്ത് കുത്തിയ വ്യക്തി അത്ഭുതപ്പെട്ടു പോയി. എന്താ ഈ പറയുന്നത്? മരിച്ചു വീഴുമ്പോൾ പറയുന്ന വാക്ക് വിജയിച്ചു. കാരണം സഹാബത്തിന്റെ ഹൃദയങ്ങൾ അത്രയും സമാധാനമായി, അത്രയും സന്തോഷമായി. ചില മുൻഗാമികളായ മഹാന്മാർ അവരെ ഷഹീദാക്കപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിൽ രക്തം വളരെ ധാരെ ഒഴുകുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ നോക്കിയിട്ട് ആ കൊട്ടാരത്തിലെ വൈദ്യൻ പറഞ്ഞു, മനുഷ്യന്റെ മരണസമയത്ത് ഇത്രയും രക്തം പുറത്തേക്ക് വരാനുള്ള കാരണം അദ്ദേഹം മരണസമയത്ത് വളരെ ശാന്തമായ മനസ്സിന്റെ ഉടമയായി, ഒരു ഭയമോ ഒരു പേടിയോ ഒരു അസ്വസ്ഥതയില്ലാതെ പൂർണ്ണമായ സമാധാനത്തിന്റെ ഹൃദയത്തിന്റെ ഉടമയായതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രക്തം ഇത്ര പുറത്തേക്ക് വന്നു. ഇതായിരുന്നു മുൻഗാമികൾ. അത്രയധികം ജീവിതത്തിലും സമാധാനം, മരണപ്പെടുന്ന സമയത്തും സമാധാനം. ജയിലടയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്വർഗം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ആ സ്വർഗം എന്റെ കൂടെയുണ്ട്. സമാധാനം അതെന്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ജയിലടച്ചാലും എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. ഏറ്റവും വലിയ സമ്പത്താകുന്ന സമാധാനം അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെ എന്നെ ഉപദ്രവിക്കും? നിങ്ങളൊരു ഉപദ്രവം എനിക്കൊരു ഉപദ്രവമായി തോന്നുന്നു. സ്വരമാരെ അല്ലാഹു തആല മുൻഗാമികളായ സഹാബാക്കൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തായിരുന്നു അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല സക്കീനത്ത്, സമാധാനം. ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന നിഅമത്തുകളിൽ അവന്റെ സമ്പത്തിനേക്കാൾ, അവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ, അവന്റെ ഭവനത്തെക്കാൾ, അവന്റെ വാഹനത്തെക്കാൾ, എല്ലാത്തിനേക്കാൾ വലിയ നിഅമത്ത് അവൻ അല്ലാഹു നൽകുന്ന മനസ്സമാധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അല്ലാഹുവിന്റെ കാവൽ ചോദിക്കുവാൻ, നബിതങ്ങളുടെ ഖാദിമായ സേവകനായ എപ്പോഴും തങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തങ്ങളുടെ നാവിൽ നിന്നും അധികമായി കേൾക്കുന്ന ഒരു ദുആയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ വകഹ്രി ലിസാൻ. നബിതങ്ങൾ അല്ലാഹുവിനെ എപ്പോഴും കാവൽ ചോദിക്കുമായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ, ശാരീരികമായ അശക്തി, വീരുത്വം, കടത്തിന്റെ ബുദ്ധിമുട്ട്, ശത്രുക്കളുടെ അക്രമം, ഇങ്ങനെ കുറെ കാലം തങ്ങൾ കാവൽ ചോദിക്കുന്നു. പക്ഷെ തങ്ങൾ ആദ്യം ചോദിച്ചത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. മാനസിക അസ്വസ്ഥതയിൽ, ടെൻഷനിൽ നിന്നും, മനസ്സിന്റെ ദുഃഖത്തിൽ നിന്നും, സമാധാനമില്ലായ്മയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ബാക്കി അതിനുശേഷം പറഞ്ഞ വിഷയങ്ങൾ അത് പുറത്തുള്ള മുസീബത്താണെങ്കിൽ ആദ്യം ചോദിച്ച അകത്തുള്ള മുസീബത്താണ്. ഇത് വന്നാൽ പിന്നെ ബാക്കി മുഴുവൻ പ്രശ്നങ്ങളും ഇത് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും വന്നിച്ചു. താങ്കൾ അല്ലാഹുവിനെ കാവൽ ചോദിക്കുന്നതാണ് ഈ മനസ്സിന്റെ സമാധാനം എടുക്കുക.
എന്ത് നഷ്ടപ്പെട്ടാലും മനസ്സമാധാനം അത് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിൽ അല്ലാഹു തആല അടിമയിലേക്ക് ഇറക്കുന്ന അദാബുകളിൽ, മുസീബത്തുകളിൽ, പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണം അവന്റെ ഹൃദയത്തിന്റെ മേൽ ഇറക്കുന്ന പരീക്ഷണമാണ്. ഒരാളുടെ ശരീരത്തിന് മേൽ ഇറക്കുന്ന അല്ലാഹുവിന്റെ പരീക്ഷണത്തെക്കാൾ, സമ്പത്തിലുണ്ടാകുന്ന പരീക്ഷണത്തെക്കാൾ, അല്ലെങ്കിൽ ബാഹ്യമായി ഉണ്ടാകുന്ന എല്ലാ പരീക്ഷണത്തെക്കാളും വലുത് അവന്റെ ഹൃദയത്തിന്റെ മേൽ അല്ലാഹു ഇറക്കുന്ന മുസീബത്ത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അശദ്ദു ജുനൂദില്ലാഹി അശ്റ, അല്ലാഹുവിന്റെ സൈന്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സൈന്യം 10 കാര്യങ്ങളാണ്. ഒരു സമൂഹത്തിന് നടക്കുന്ന പരീക്ഷയിൽ ഉപയോഗിക്കുന്ന 10 കാര്യങ്ങൾ. അതിൽ ആദ്യം പറഞ്ഞു അതിൽ ഏറ്റവും കടുത്ത് അള്ളാഹു ഒരു മനുഷ്യന്റെ മേൽ സമൂഹത്തിൽ ഇറക്കുന്ന പരീക്ഷണം അവർക്ക് മനസ്സമാധാനം ഇല്ലാതാക്കുക, മനസ്സിന്റെ സമാധാനം, സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നഷ്ടപ്പെടും. എന്തുണ്ടായിട്ട് കാര്യം നബിയുടെ റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, ലാ ശൈഉൻ അഹബ്ബു ഇല ശൈത്വാനി മിൻ ഹുസ്നിൽ മുഅ്മിൻ. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഒരു ദുഃഖിതനായ, മനസ്സ് തകർന്ന ഒരു മുഅ്മിനിനെ ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെടും. മാനസികമായി അസ്വസ്ഥമായി ജീവിക്കുന്ന ഒരു മുഅ്മിനിനെ ശൈത്താൻ ഇഷ്ടമാണ്. കാരണം വേഗത്തിൽ അവനെ ശിർക്കിലേക്കും കുഫ്രിലേക്കും ഹറാമിലേക്കും കൊണ്ടുപോകാൻ സാധിക്കും. മനസ്സ് തകർന്നിരിക്കുക, മനസ്സമാധാനം നഷ്ടപ്പെട്ട മുഅ്മിനിനെ ശൈത്താൻ എളുപ്പമാണ് വലിച്ചത്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആഫിയത്തിനേക്കാൾ പ്രധാനമാണ് ഹൃദയത്തിന്റെ ആഫിയത്ത്, ആരോഗ്യം. ശാരീരികമായ ആഫിയത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് മനസ്സിന്റെ ആരോഗ്യം. കാരണം മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ശരീരത്തിന്റെ ആരോഗ്യം അതിന് പുറകെ നഷ്ടപ്പെടാനുള്ളത്. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത് 4 കാര്യങ്ങൾ അവന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്, ശരീരത്തിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നതാണ്. അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞാൽ ഹമ്മു, മാനസിക വിഷമമാണ്, ദുഃഖമാണ്, ടെൻഷൻ. ഇന്ന് പൊതുവെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. കച്ചവടമുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നല്ല വീടുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതിനോടൊപ്പം ആർക്കും ലഭിക്കാത്ത ഉയർന്ന നിഅമത്താണ് സമാധാനം. സമാധാനം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഒന്ന്, ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ-ഇഅറാദു അനില്ലാഹി വ ഇഖ്ബാലു അനിൽ ദുനിയ. അല്ലാഹുവിനെ മറന്ന് അവൻ ദുനിയാവിലേക്ക് ലയിച്ചതിന്റെ പേരിലാണ്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അല്ലാഹു തആല പറയാൻ, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദീനിൽ നിന്നും എന്നിൽ നിന്നും ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, എന്നെ വിട്ടുപോയാൽ, എന്നെ മറന്നുപോയാൽ, എന്നെ മറന്ന് ജീവിച്ചാൽ, فإن له ഉറപ്പാണ്, ഒരു സംശയമില്ല, فإن له معيشة ضنكا. അല്ലാഹു പറയും, അവന് കുടിസായ ജീവിതം കുടിസാകുന്ന പറഞ്ഞാൽ അവന്റെ കച്ചവടം മുടങ്ങുക, അല്ലെങ്കിൽ അവന്റെ ഭാഗ്യമാവസ്ഥ നശിക്കുന്നതല്ല. എല്ലാം ഉള്ളതിനൊപ്പം മനസ്സ് കുടിസമായി പോകും, ഇടുങ്ങിപ്പോവുക, കുടിസായി പോകുക. فإن له معيشة ضنكا, അവന്റെ ജീവിതത്തെ നാം കുടിസാക്കും, ഇടുക്കമാണ്. അല്ലാഹു പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അസ്ബഹ വഅംസ അദ്ദുനിയ ഹമ്മുഹു. ഒരു മനുഷ്യന്റെ പ്രഭാതത്തിൽ അവൻ ഉണരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ അവന്റെ ആകെയുള്ള ചിന്ത ദുനിയാവ് മാത്രം, പൈസയുടെ ചിന്ത മാത്രമാണെങ്കിൽ അല്ലാഹു തആല അവന്റെ മേൽ മനസ്സമാധാനം ഇല്ലായ്മ അടിച്ചേൽപ്പിക്കുന്നു. അദാബായിട്ട് അല്ലാഹു അവന്റെ മേൽ സമാധാനത്തെ തിരിച്ചു. അവന്റെ ചിന്ത ആകെ ദുനിയാവ്, പൈസ എങ്ങനെ ഉണ്ടാകും, ഈ ചിന്തയിൽ മാത്രമാണെങ്കിൽ, ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളെങ്കിൽ അല്ലാഹു അവരുടെ മേൽ സമാധാനമില്ലായ്മ അടിച്ചേൽപ്പിക്കുന്നത്. 2 ഉലമാക്കൾ എഴുതി, നിഅമത്തിന് നന്ദി കേട്ട് കാണിക്കുക. അല്ലാഹു നിഅമത്ത് നന്ദി കേട്ട് കാണിച്ചാൽ സമാധാനം നഷ്ടപ്പെടും. ضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله. الله تعالى في بيان ضرب الله مثلا قرية كانت آمنة مطمئنة. ഒരു നാട്ടുകാർ, ഒരു ഗ്രാമം വളരെ ആമീനായ, നിർഭയമുള്ള, വളരെ സമാധാനത്തോടെ ജീവിച്ച നാട്.
മാത്രമല്ല അവർക്ക് അല്ലാതെ റിസ്കിന്റെ എല്ലാ വഴികളും തുറന്നു കൊടുത്തു. റിസ്കിന്റെ വഴികളും തുറന്നു കൊടുത്തു. സമാധാനം അല്ലാഹു സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നു. അവർക്ക് കൊടുത്ത നിഅമത്തിന് അവർ നന്ദികേട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൊടുത്ത നിഅമത്തിന് അവർ നന്ദികേട് കാണിക്കാൻ തുടങ്ങി. നന്ദികേട്. നമ്മുടെ സമയം അല്ലാഹു നിഅമത്താണ്, നമ്മുടെ സമ്പത്ത് അല്ലാഹു നിഅമത്താണ്, നമ്മുടെ ആരോഗ്യം അല്ലാഹു നിഅമത്താണ്. ഇതിന്റെ നന്ദികേട്, ഇത് മൂന്നും അവർ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ചെലവഴിക്കലാണ്. നന്ദി എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും അവർ ഇഷ്ടപ്പെട്ട വഴി ഉപയോഗിക്കലാണ്. നമ്മുടെ സമ്പത്ത്, അതിന്റെ നിഅമത്ത് എന്താണ്? അത് എവിടെയെങ്കിലും ചെലവഴിച്ച് പാഴാക്കാനുള്ളത്. സമ്പത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കളി വിനോദങ്ങളിലും ഹറാമുകളിലും അനാവശ്യങ്ങളും ചെലവഴിച്ച് പാഴാക്കിയാൽ അത് നന്ദികേടാണ്, സമ്പത്തിനോട് നന്ദികേടാണ്. വിലപ്പെട്ട നിഅമത്താണ് അവന്റെ സമ്പത്ത്, അതുപോലെ അവന്റെ സമയം, അവന്റെ ആരോഗ്യം. അങ്ങനെ നന്ദികേട് കാണിച്ചപ്പോൾ ഞാൻ അപ്പോൾ അവരുടെ മേൽ ഭയത്തിന്റെയും അവരുടെ പേടിപ്പെടുന്ന അവസ്ഥയും ദാരിദ്ര്യത്തിന്റെ വസ്ത്രത്തെ ഞാൻ ധരിപ്പിച്ചു. ഊരിപ്പോകാൻ പറ്റാത്ത നിലയിൽ വസ്ത്രമാക്കി. അവരെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഭയം, എപ്പോഴും സമാധാനമില്ലായ്മ, എപ്പോഴും ഹൃദയത്തിന്റെ അസ്വസ്ഥത അവരെ വസ്ത്രമാക്കി. എപ്പോഴും അവർ കൂട്ടത്തിൽ തന്നെ എവിടെ പോയാലും സമാധാനമില്ല, വീട്ടിൽ പോയാലും സമാധാനമില്ല, കച്ചവട സ്ഥലത്ത് പോയാലും സമാധാനം. ഇങ്ങനത്തെ അവസ്ഥയാണ്. ഇത് ഒരു സമൂഹത്തിന് അത് ഇറക്കി അത് പരിചയപ്പെടുത്താൻ, അതുപോലെ ഇനിയും ഉണ്ടായാൽ അത് ഖിയാമത്ത് നാൾ വരെ അതാണ് സുന്നത്ത്. രണ്ടാമത്തെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം നന്ദികേടാണ്. മൂന്നാമത് ഹറാമുകളാണ്. ഹറാം മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. കാരണം ഒരു ഹറാമ് ചെയ്താൽ, ഒരു ഹറാമ് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഉടനെ അവരുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി, ഹൃദയം കറുത്തു പോകും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വഇന്ന ലിസ്സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹ് വദൽമതൻ ഫിൽ ഖൽബ് വദീഖൻ ഫിൽ റിസ്ഖ് വബഗ്ദൻ ഫീ ഖുലൂബി നാസ്. ഒരു ഹറാം, ഒരു തിന്മ, അതിന് 4 ഭവിഷ്യത്തുകളാണ്. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞു, വദൽമതൻ ഫിൽ ഖൽബ്, ഹൃദയം ഇരുളുള്ളതായി മാറും. തിന്മ ഉടനെ അവന്റെ ഹൃദയത്തിനാണ് അതിന്റെ എഫക്ട് ഉണ്ടാകുക. ഒരു ഹറാമ് കാണുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഹൃദയമാണ്. ബാഹ്യമായ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ആദ്യം അതിന്റെ അസ്വസ്ഥത ഹൃദയത്തിനുണ്ടാകും. പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിന്റെ സമാധാനം, സ്വസ്ഥത, ശാന്തത, ഇത് അവന്റെ ഈമാനും അവന്റെ തിന്മയും പരിഗണിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ചില മനുഷ്യരുടെ ഹൃദയം ചില മനുഷ്യരുടെ ഹൃദയം ആ ഹൃദയം അല്ലാഹുവിന്റെ അർശായിരിക്കും, അല്ലാഹുവിന്റെ ഇരിപ്പിടമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ ഹൃദയത്തിന്റെ ഉടമകൾ അവരുടെ ഹൃദയം സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, റാഹത്തിന്റെ ഹൃദയമായിരിക്കും. എന്നാൽ ചില ഹൃദയങ്ങൾ ചില ഹൃദയങ്ങൾ അത് ശൈത്താനിന്റെ ഇരിപ്പിടമായി. തിന്മകൾ കണ്ട്, തിന്മകൾ പ്രവർത്തിച്ച്, രാത്രിയും പകലും ഹറാമിന്റെ പുറകിൽ ജീവിച്ച്, അങ്ങനെ ശൈത്താന്റെ ഇരിപ്പിടമായി മാറി അവരുടെ ഹൃദയം. ആ ഹൃദയത്തിന്റെ അവസ്ഥ പറയുന്നു, ആ ഹൃദയത്തിന്റെ അവസ്ഥയിലായിരിക്കും. അത് മരിച്ച ഹൃദയമായിരിക്കും, അത് ദുഃഖമുള്ള ഹൃദയമായിരിക്കും, അത് ഇരുളുള്ള ഹൃദയമായിരിക്കും, അത് പിടുങ്ങിയ ഹൃദയമായിരിക്കും. തിന്മകൾ മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിക്കും, ഹൃദയത്തിന്റെ സമാധാനത്തെ ഇല്ലാതാക്കും. അതുതാണ് പറയുമായിരുന്നു, തിന്മകൾ മനുഷ്യന്റെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ തിന്മ ചെയ്ത് മനുഷ്യന് സമാധാനം ലഭിക്കുക? കാരണം തിന്മയുടെ ആദ്യത്തെ ഉണ്ടാകുന്നത് അവരുടെ ഹൃദയത്തിന് വേണം. ആദ്യം അതിന്റെ ബുദ്ധിമുട്ട് ഹൃദയത്തിനുണ്ടാകും. അങ്ങനത്തെ ഹൃദയത്തിന്റെ ഉടമക്ക് പാപിയായ മനുഷ്യന്റെ മനസ്സിന് എങ്ങനെ സമാധാനം ഉണ്ടാകും? എങ്ങനെ സമാധാനം ഉണ്ടാകും? അതായത് അവരെ ചിന്തിക്കും, അപ്പോൾ ഇവിടെ ജീവിക്കുന്ന പലരും ക്രിസ്തനായി ജീവിക്കുന്നുണ്ടല്ലോ, തിന്മകൾ ചെയ്യുന്നവർ, നീങ്ങാതെ ജീവിക്കുന്നവർ, അതൊരു രൂപം മാത്രമാണ്. ഒരു വസ്തുവിനും ഒരു രൂപമുണ്ട്, അതിനൊരു യാഥാർത്ഥ്യം. ഒരിക്കലും സമാധാനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പാപിയായ മനുഷ്യൻ എത്താൻ സാധിക്കും. അത് ബാഹ്യമായി കാണുമ്പോൾ അവന് സമാധാനത്തിലാണെന്ന് തോന്നും, പക്ഷേ സമാധാനത്തിന്റെ ശരിയായ രുചി അവർ ആസ്വദിക്കുന്നില്ല.
ചില മുൻഗാമികൾ പറയുമായിരുന്നു, ജീവിതത്തിൽ ചില സ്വസ്ഥതയുടെ സമാധാനത്തിൽ ചില സമയങ്ങൾ കടന്നു പോകാറുണ്ട്. ഇതുപോലെയാണ് സ്വർഗമെങ്കിൽ സ്വർഗവും അനുഗ്രഹീതമാണ്. അത്രയും സുഖത്തിൽ ദുനിയാവിൽ അവർ കടന്നു പോകാറുണ്ട്. മനസ്സിന് അത്രയും സ്വസ്ഥതയില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജ്ഞാനത്താണ് മനസ്സമാധാനം, മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ റാഹം. ഇത് ലഭിക്കാനുള്ള വഴിയല്ല. ഇത് ലഭിക്കാനുള്ള വഴി അല്ലാഹുവിന് മാത്രമാണ്. സമാധാനം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. സമാധാനം അല്ലാഹുവിൽ നിന്നേ ലഭിക്കും. ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകണ്ട. ദുനിയാവിന്റെ വസ്തുക്കൾ, അസ്ബാബുകൾ കൂടിയതിന് പേരിൽ നമുക്ക് സമാധാനം വർദ്ധിക്കുക, അത് തോന്നൽ മാത്രമാണ്. അങ്ങനെ ആരുടെയും കൂടുതൽ ലഭിച്ചു, അത് അവർക്ക് സമാധാനം ലഭിച്ചു എന്ന് വിചാരിക്കുക. ബാഹ്യമായ അവസ്ഥകളുടെ ഭംഗിയും സൗകര്യവും കണ്ടിട്ട് ആ മനുഷ്യൻ സമാധാനത്തിലാണെന്ന് തെറ്റിദ്ധരിക്കണം. പലരും അസ്വസ്ഥതയില്ല, അധിക പേരും അസ്വസ്ഥതയിലാണ്, തീരില്ലായി. അവരുടെ അഷ്റഫുൽ ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഹിദ്ർ അലൈഹിസ്സലാം ഒരു മനുഷ്യനെ, മുൻകഴിഞ്ഞ സമുദായത്തിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അപ്പൊ മനുഷ്യൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ ജീവിതത്തിന്റെ സുഖത്തിനും സന്തോഷത്തിനും സൗകര്യമുള്ള വിശാലമായ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ ദുആ ചെയ്യാം, പക്ഷെ നീ ഒരു മനുഷ്യനെ കണ്ടെത്തി എന്നിട്ട് അദ്ദേഹത്തെ കാണിക്കുകയും അതുപോലെ ആക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ആ മനുഷ്യൻ പുറപ്പെട്ടു. നല്ല അവസരമാണ്. ഒരു മനുഷ്യനെ, നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി ആ മനുഷ്യനെ പോലെ ആകാൻ ദുആ ചെയ്യാൻ പറഞ്ഞ് ദുആ ചെയ്യും, എനിക്ക് അതുപോലെ ജീവിക്കാം. അദ്ദേഹം വീട്ടിലേക്ക് അന്വേഷിച്ച് നടന്നു. അവസാനം ഒരു രത്ന വ്യാപാരി കണ്ടു. കുറെ മനുഷ്യരെ പുറകെ നടന്നു, ഇതുപോലെയാകാം ഇതുപോലെയാകാം. അവസാനം ഒരു രത്ന വ്യാപാരി കണ്ടു. വളരെ സൗകര്യത്തിൽ, നല്ല കൊട്ടാരത്തിൽ, നല്ല ആരോഗ്യമുള്ള വ്യക്തി, നല്ല സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തെ പോലെ ആകാൻ പറയാം. അങ്ങനെ അദ്ദേഹം കണ്ടു നിശ്ചയിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഇതിന് പോകാം, പക്ഷെ ഒന്നും ചോദിക്കാം അദ്ദേഹത്തിന്റെ അവസ്ഥയില്ല. അങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചു. നല്ല സമ്പന്നനായ, നല്ല കൊട്ടാരവും നല്ല സൗകര്യമുള്ള മനുഷ്യൻ. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹിദ്റുമായി സംസാരിച്ചു വരികയാണ്, നിങ്ങളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത് ദുആ ചെയ്ത് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെ? നിങ്ങൾ ഒരിക്കലും എന്നെ പോലെ ആകാൻ ദുആ ചെയ്യരുത്. ഞാൻ ഇന്ന പ്രശ്നത്തിലാണ്, എന്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, എന്റെ മക്കൾ എങ്ങനെയാണ്, എങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. ബാഹ്യമായി നോക്കിയപ്പോൾ വളരെ സൗകര്യത്തിൽ, വളരെ സുഖത്തിൽ, പക്ഷെ ആ മനുഷ്യനോട് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇതുപോലെ ആരുടെയെങ്കിലും വീടോ സൗകര്യമോ വാഹനമോ കണ്ടിട്ട് ഒരു സമാധാനത്തെ തെറ്റിദ്ധരിക്കേണ്ട. സമാധാനം അല്ലാഹുവാണ് നൽകുന്നത്, വസ്തുക്കൾ ഒരിക്കലും ലഭിക്കുകയില്ല. സമാധാനം അല്ലാഹുവിൽ നിന്നാണ്. അതിന് ഒന്ന് നമുക്ക് വേണ്ടത് ശക്തമായ ഈമാനും യഖീനുമാണ്. ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ആദ്യം വേണ്ടത് ശക്തമായ ഈമാനും യഖീനുമാണ്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഒന്നാമത്തെ നിർബന്ധമായ ശക്തമായ ഈമാനും യഖീനുമാണ്. എത്രത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാനും യഖീനും ഉണ്ടാകുന്നോ മനസ്സിന് സമാധാനമുണ്ട്. ഉറപ്പായ കാര്യമാണ്. ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇത്രയും ദുഃഖിച്ചിരിക്കുന്നത്? ഇത്രയും ദുഃഖിക്കാൻ എന്താ? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം, അതിന് നീ മറുപടി പറയണം. ഒന്ന്, നിനക്ക് അല്ലാഹു തആല ലോകത്ത് അല്ലാഹു ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാര്യം നടക്കുമോ എന്നതിന്റെ വിചാരം? ഇല്ല, അല്ലാഹു വിചാരിക്കുന്നത് ഒന്നും നടക്കില്ല. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, നിന്റെ ആയുസ്സിൽ നിന്നും അല്ലാഹു തീരുമാനിച്ച ആയുസ്സിന് മുമ്പ് നീ മരിക്കുമോ? എന്നും ഇല്ല, അതിന് മരിക്കുകയില്ല. മൂന്ന്, അദ്ദേഹം ചോദിച്ചു, നിന്റെ റിസ്ക് അല്ലാഹു തീരുമാനിച്ച റിസ്ക് അത് പൂർത്തിയാകാതെ മരിക്കുമോ? എന്നും ഇല്ല. എന്തിനാ നീ ദുഃഖിക്കുന്നത്? അല്ലാഹു തീരുമാനിച്ച റിസ്ക് നിനക്ക് പൂർത്തിയാക്കാതെ എന്തിനാ നീ ദുഃഖിക്കുന്നത്? ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഇന്ന റിസ്കി ലാ യഅകുലു ഗൈരി ഫതുമഇന്ന ഖൽബി. എനിക്ക് ഉറപ്പായി എന്റെ റിസ്ക് മറ്റാർക്കും കഴിക്കാൻ സാധിക്കില്ല, അത് അല്ലാഹു എനിക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്റെ ഹൃദയം ശാന്തമായി സമാധാനം. ഒന്ന്, മനസ്സമാധാനം ലഭിക്കുന്ന ആദ്യം വേണ്ടത് യഖീനാണ്. എന്റെ റബ്ബ് തീരുമാനിച്ചതേ നടക്കൂ, അതല്ലാതെ ഒന്നും നടക്കില്ല എന്ന് യഖീൻ വന്നാൽ മനസ്സിന് സമാധാനമുണ്ട്. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ അമലുകളെ കൊണ്ടുവരിക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ, ദാ ശ്രദ്ധിക്കുക, എല്ലാവരും കേട്ടുകൊള്ളിൽ, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം പറയാൻ പോവുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്, അഥവാ അല്ലാഹുവിന്റെ ഹുക്മ കൊണ്ടാണ്, അവന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിലാണ് മനസ്സിന്റെ സമാധാനം. എത്രത്തോളം ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീനുണ്ടോ അത്രത്തോളം മനസ്സിന് സമാധാനം.
ഇതിനുള്ള കുദ്സിയ ഹദീസാണ്. തഫറഖ് ലിഇബാദതി, എന്റെ ദീനിനു വേണ്ടി ഒഴിവാക്കി അംല ഉസദറക ഗിനൻ വഅസുദ്ദു ഫഖറ. രണ്ട് അനുഗ്രഹങ്ങൾ ദുനിയാവിൽ നൽകാം. എന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ ദുനിയാവിൽ രണ്ട് അനുഗ്രഹം നൽകാം. അംല ഉസദറക ഗിനൻ വഅസുദ്ദു ഫഖറ. ഓരോ മനുഷ്യരും ഏറ്റവും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ, നിന്റെ മനസ്സിന് ഞാൻ സമാധാനം നൽകും, നിന്റെ ദാരിദ്ര്യം മാറ്റിത്തരികയും ചെയ്യും. ദീനിലേക്ക് എത്രത്തോളം മനുഷ്യൻ അടുക്കുന്നു, 100% ദീനുണ്ടെങ്കിൽ 100% സമാധാനം ലഭിക്കും. 50% ദീനുള്ളെങ്കിൽ 50% സമാധാനം ലഭിക്കും. ദീനിലേക്ക് എത്രത്തോളം മനുഷ്യൻ പ്രവേശിക്കുന്നു, അത്രത്തോളം സമാധാനത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക. പ്രത്യേകിച്ച് നമസ്കാരം ദീനിലെ പ്രധാനപ്പെട്ട അമലാണ്. അവിടെ ആര് നമസ്കാരം ഉപേക്ഷിക്കുന്നു, ഉറപ്പായ കാര്യമാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ല. നബികൾ പറയുമായിരുന്നു, അലഹ്നാ യാ ബിലാൽ, ബിലാലെ ഇഖാമത്ത് കൊടുക്കിൻ, നമസ്കരിക്കട്ടെ, ഞാൻ നിനക്ക് സമാധാനമാകട്ടെ, റാഹത്താകട്ടെ. ദീനിന്റെ ഓരോ നന്മയിലും ഓരോ അമലിന്റെ പുറകിലും ആദ്യം ലഭിക്കുന്ന പ്രയോജനം മനസ്സമാധാനമാണ്. ദീനിന്റെ ഏതവനാണെങ്കിലും, എത്ര ചെറിയ അവനാണെങ്കിലും, ദീനിൽ എത്ര വലിയ അവനാണെങ്കിലും, അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആദ്യം അല്ലാഹു നമുക്ക് നൽകുന്ന നിഅമത്തിന്റെ പേര് മനസ്സമാധാനം. ആദ്യം നൽകുന്ന നിഅമത്ത്. ചിലപ്പോൾ നമ്മൾ കുടിയിലായിരിക്കും, രോഗിയായിരിക്കും, പ്രശ്നങ്ങളിലായിരിക്കും, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും. അല്ലാഹുവിന് സാധിക്കും ഒന്നുമില്ലാത്ത കുടിയിൽ കിടക്കുന്ന മനുഷ്യന് രാജാവിന് ലഭിക്കാത്ത സമാധാനം കൊടുക്കാൻ അല്ലാഹുവിന് സാധിക്കും. രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് എല്ലാ സൗകര്യമുള്ളപ്പോൾ അവനെ ദരിദ്രനെ പോലെ അസ്വസ്ഥമാക്കാൻ അല്ലാഹുവിന് സാധിക്കും. അതുകൊണ്ട് ഈ എത്രത്തോളം പ്രവേശിക്കുന്നു അത്രയും സമാധാനം. സമാധാനം ലഭിക്കാൻ രണ്ടാമത്തെ വഴി അവരവരിലേക്ക് നമസ്കാരങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്. പിന്നെ ഇതിനെ പഠിപ്പിച്ച് കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യും. അധികമായ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. നാവുകൊണ്ട് അധികമായി അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു. അവന്റെ എല്ലാ ഹമ്മും മാനസിക ക്ലേശങ്ങളും ദുഃഖവും അള്ളാഹ് മാറ്റും. ഉറപ്പായ കാര്യമാണ്. പിന്നെ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദുആകൾ പഠിപ്പിച്ചു, മാനസികമായി അസ്വസ്ഥമാകുന്നവർ പതിവാക്കാൻ വേണ്ടി. ഒരു സഹാബിയെ നബിതങ്ങൾ നടന്നു പോകുമ്പോൾ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം മാനസികമായ പ്രശ്നത്തിലാണ്. മനുഷ്യന്റെ മനസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ അത് മുഖത്ത് കാണാൻ സാധിക്കും. നമ്മൾ ചൊന്നു പറ്റി നിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ, അതേ നബി ഞാൻ മാനസികമായ ഒരു വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. തങ്ങൾ പറഞ്ഞ നിങ്ങൾ ദുആ പഠിപ്പിക്കാം. ഇത് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. തവക്കൽതു അലൽ ഹയ്യി അല്ലദീ ലാ യമൂത് അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക് വലം യകുൻ ലഹു വലിയ്യുൻ മിനൽ ദുല്ലി ഫകബ്ബിറുഹു തക്ബീറാ. ഈ ദുആയെ പഠിപ്പിച്ചു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, പിന്നീട് ഒരു പ്രാവശ്യം ആ സഹാബി ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള മുഖത്തിന്റെ ഉടമയെ നല്ല ആരോഗ്യവാനായി ഉന്മേഷവാനായി കണ്ടു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്റെ അവസ്ഥ എന്താണ്? നബിതങ്ങൾ പഠിപ്പിച്ച ദുആ ഞാൻ പതിവാക്കി, എന്റെ മനസ്സിന്റെ എല്ലാ പ്രശ്നവും തീരുകയും ചെയ്തു. തങ്ങൾ പറയുന്നത്, തങ്ങൾ മദീന പള്ളി വന്നപ്പോൾ അബൂ ഉമാമ എന്ന് പറയുന്ന സഹാബി ഇങ്ങനെ കുനിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു. നബിതങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി അബൂ ഉമാമ? എനിക്ക് മാനസികമായ കുറെ പ്രശ്നങ്ങളുണ്ട്, കടങ്ങളുണ്ട്, അങ്ങനെ തകർന്ന് പള്ളിയിൽ വന്നതാണ്. ഇതിനൊന്നും പേടിക്കേണ്ട, ഒരു ദുആനെ പഠിപ്പിക്കാം, പതിവാക്കി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹ്രി റിജാൽ. ദുആ പഠിപ്പിച്ചു കൊടുത്തു. ആ സഹാബി അബൂ ഉമാമ റളിയല്ലാഹു പറയുന്നു, ഞാൻ പതിവാക്കി, ഇതിനെ പഠിപ്പിച്ച അമലിനെ പതിവാക്കി, എന്റെ മനസ്സിന്റെ എല്ലാ പ്രശ്നവും തീരുകയും ചെയ്തു. അത് ദീനിൽ അല്ലാഹു നൽകുന്ന ആദ്യത്തെ സമ്മാനമാണ്. ദീനിലേക്ക് മനുഷ്യൻ അടുക്കാൻ തുടങ്ങിയാൽ അല്ലാഹു ആദ്യം നൽകുന്ന സമ്മാനമാണ് ജീവിതത്തിൽ സമാധാനം നൽകുന്നത്. ദീൻ വിടാൻ തുടങ്ങുമ്പോൾ ആദ്യം അവനെ കൊടുക്കുന്ന ശിക്ഷയാണ്. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും, കച്ചവടം ഉണ്ടാകും, വീടുണ്ടാകും, എല്ലാം ഉണ്ടാകും. ആദ്യം പോകുന്നത് സമാധാനമായിരിക്കും. സമാധാനം നഷ്ടപ്പെടും, അസ്വസ്ഥമായി ജീവിക്കേണ്ടി വരും. അല്ലാഹു നൽകുന്ന നിഅമത്ത് നേടാനുള്ള വഴി നാം ദീനിലേക്ക് മടങ്ങലാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.